നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഠിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭയുടെ രാഷ്ട്രഭാഷ ഹിന്ദി സെക്കൻഡ് പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള വ്യാകരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതാണ് ടെസ്റ്റ്, ഇതാണ് വ്യായാമം. നിങ്ങളുടെ ടെസ്റ്റിൽ ചെറിയൊരു ഗൈഡുണ്ട്, ആ ഗൈഡിൽ 70ാമത്തെ പേജിൽ ഈ നോട്ടുണ്ട് വ്യായാമം. അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ആ ടെസ്റ്റ് നോക്കി ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ എക്സാമിന് 2020 ഓഗസ്റ്റ് ചോദിച്ച എക്സാമിൽ സെക്കൻഡ് പേപ്പറിൽ ഇത് 16 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മോഡൽ വരുന്നത്. ആദ്യം കുറച്ച് കഥകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 6 കഥ പഠിക്കുക. പിന്നെ നാരായണ ഗുരുവിൻ്റെ 5 ചാപ്റ്റർ ഉണ്ട്, അതിൽ 3 വേണം. പിന്നെ വരുന്നത് പദ്യമല്ല കത്താണ്, 2 പത്ര കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ വരുന്ന നിബന്ധ് 4 ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം. പിന്നെ ഒരു പാരഗ്രാഫ് തരും, ആ പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. പിന്നെ ട്രാൻസ്ലേഷൻ ഹിന്ദി തന്നിട്ട് മലയാളത്തിലും, മലയാളത്തിൽ തന്നിട്ട് ഹിന്ദിയിലും. ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾ രാഷ്ട്രഭാഷ ഹിന്ദി ടെസ്റ്റിൻ്റെ കൂടെ ചെറിയ ഗൈഡ് നോട്ടുണ്ട്, അതിലുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ ആദ്യത്തെ 15 പഠിക്കുക. അതുപോലെ തന്നെ ഹിന്ദിയിൽ 15, മലയാളത്തിൽ 15. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റിലും സെക്കൻഡിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. നമുക്ക് വ്യായാമം വായിക്കാം. അപ്പോൾ വ്യായാമം എന്താണ്, എല്ലാവരും നന്നായിട്ട് ശരീരം സൂക്ഷിക്കണം, വ്യായാമം ചെയ്യണം. ചിട്ടയായ രീതിയിൽ വ്യായാമം ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ എന്നുള്ള ആരോഗ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ ഹമാരെ സ്വാസ്ഥ്യക്കോ കായം രഖ്നേക്കിലെ വ്യായാമം ആവശ്യമേ. നമ്മുടെ ആരോഗ്യം സ്ഥിരമായി നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വ്യായാമം ആവശ്യമാണ്. നാഗരികവും കാ സ്വാസ്ഥ്യ ഹോന ദേശിക്കേലിയ അത്യന്തം ആവശ്യമേ. പ്രത്യേകിച്ചും ഓരോ പൗരന്മാരും ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് നമ്മുടെ ദേശത്തിൻ്റെ ആവശ്യമാണ്. വിദ്യാർത്ഥി ജീവൻ സേ ഹി സ്വാസ്ഥ്യ കാ വിശേഷ ധ്യാൻ രഖാ ജാതാ ഹെ. വിദ്യാർത്ഥി അതായത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ സ്കൂൾ ജീവിതത്തിൽ തന്നെ എന്താണ് വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ PT-ക്കൊക്കെ പോകണം, വ്യായാമം ഡ്രില്ലൊക്കെ ഉപയോഗിക്കുന്നത്. പഠായി കെ സാത്ത് സാത്ത് ഖേൽ കൂദ് കി ഭി വ്യായാം സ്वस्थ होने पर बच्चों को स्वर्णिम विकास होता है. പഠായി കെ സാത്ത് സാത്ത് പഠനത്തിനോടൊപ്പം തന്നെ ഖേൽ കൂദ് കി ഭി വ്യവസ്ഥ होने पर കളികൾക്ക് എന്താണ് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ബച്ചോങ്കോ സ്വർണ്ണിം വികാസ് ഹോത്ത ഹെ. അതിലൂടെ കുട്ടികളുടെ ശാരീരിക വികാസം ഉണ്ടാകുന്നു. മാനവ ജീവൻ മേ വ്യായാം കാ വിശേഷ സ്ഥാൻ ഹെ. പ്രത്യേകിച്ച് മനുഷ്യജീവിതത്തിൽ വ്യായാമത്തിന് പ്രത്യേക സ്ഥാനമാണ് ഉള്ളത്. വ്യായാം സേ ശരീരം സുഡോല് സുഗഠിത് ഏവം ദൃഢ ബൻ ജാതാ ഹെ. വ്യായാമത്തിലൂടെ ശരീരം നല്ല ഉറച്ചതും നല്ല ആരോഗ്യമുള്ളതും നല്ല ദൃഢമുള്ളതായി മാറുന്നു. രക്തസഞ്ചാർ ടീക് തര തഥാ തീവ്രഗതി സെ ഹോത്തി ഹെ. അതിലൂടെ രക്തസഞ്ചാരം നല്ല തീവ്രഗതിയിൽ ഓടുന്നു. പാചകശക്തി ബഡ്ത്തി ഹെ. ദഹനക്രിയയും ഉണ്ടാകുന്നു. മൻമേ ഉത്സാഹ ആത്മവിശ്വാസ തഥാ നിഡരത രഹത്തി ഹെ. മനസ്സിൽ ഉത്സാഹവും ആത്മവിശ്വാസവും ധൈര്യമൊക്കെ ഉണ്ടാകുന്നു. വ്യായാം ദ്വാര മനുഷ്യമേ ധൈര്യ സഹനശീലത ഏവം ക്ഷമ ആദി ഗുണം ഉത്പന്ന ഹോ ജാതാ ഹെ. വ്യായാമത്തിലൂടെ മനുഷ്യന് ധൈര്യം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഗുണങ്ങൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. खुले मैदान में दौड़ना. തുറസായ മൈതാനത്തിലൂടെ ഓടുക. दौड़ना, घूमना, कुश्ती लड़ना, तैरना, ടെന്നീസ്, കബഡി ആദി സഭി കോ വ്യായാം കെ അന്തർഗത് രഖ് ജാത്തെ ഹെ. അതുപോലെ നമ്മൾ ഓപ്പൺ മൈതാനത്ത് എന്ത് ചെയ്യുക, തുറന്നുള്ള സ്ഥലങ്ങളിൽ അതായത് ഗ്രൗണ്ടുകളിൽ നമ്മൾ ഓടുക, നടക്കുക, കുസ്തി കളിക്കുക, ലഡിന, തൈർന നീന്തുക, ടെന്നീസ് കളിക്കുക, കബഡി കളിക്കുക, ഇതൊക്കെ നല്ലൊരു വ്യായാമമാണ്. ആജിക്കൽ യോഗാസൻ का महत्व निरंतर बढ़ता जा रहा है. ഇപ്പോൾ യോഗയ്ക്കും നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യോഗ സേ 2 പ്രകാർ കാ ലാഭ് ഹോത്താ ഹെ. യോഗയിലൂടെ 2 രീതിയിൽ പ്രയോജനമുണ്ട്. ഏക് തോ ശരീര മാംസപേശിയം പൃഷ്ഠ ഹോത്തി ഹെ. ഒന്ന് ശരീരത്തിലെ മാംസപേശികൾ എന്ത് ചെയ്യുന്നു, നല്ല ഉറയ്ക്കുന്നു. ദൂസര മൻ കോ ഏകാഗ്ര ഹോനെ കി ശക്തി പ്രാപ്ത് ഹോത്തി ഹെ. രണ്ടാമത് മനസ്സിന് ഒരു ഏകാഗ്രത കിട്ടുന്നു. യോഗ കെ സമസ്ത ആസനമേ സാർവാധിക മഹത്വ ഹെ പ്രാണായാം. യോഗയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണായാം. വ്യായാം മനുഷ്യക്കോ അൻകിന് ലാഭ് ഹെ. യോഗയിലൂടെ മനുഷ്യന് ഒരുപാട് ലാഭമുണ്ട്. സബ്സെ ബഡാ ലാഭ് തോ യഹി ഹെ കി മനുഷ്യ പർ വൃദ്ധാവസ്ഥ കാ ഹമല ജൽദി നഹി ഹോ പാത. അപ്പോൾ നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാർദ്ധക്യമൊന്നും വരത്തില്ല, നല്ല ആരോഗ്യത്തോടെ ഇരിക്കാം. വ്യായാം ആയു ഓർ ശക്തിക്ക് അനുസാർ നിയമിത രൂപസേ ഹി കർണാ ചാഹിയെ. അവരവരുടെ ആരോഗ്യത്തിനും ശക്തിക്കും അനുസരിച്ച് വേണം നമ്മൾ വ്യായാമം ചെയ്യേണ്ടത്. അസുഖമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വ്യായാമം ചെയ്യാൻ പാടില്ല. जिस तरह मस्तिष्क
मस्तिष्क के विकास के लिए शिक्षा आवश्यक है, उसी प्रकार शारीरिक शक्ति के लिए व्यायाम का होना आवश्यक है. നമ്മുടെ മാനസിക വികസനത്തിന് വേണ്ടി വിദ്യ വേണം, അതുപോലെ തന്നെ ശാരീരിക വികസനത്തിന് വേണ്ടി വ്യായാമം വേണം. വ്യായാമം സുഖി തഥാ സ്വസ്തി ജീവൻ കി കുഞ്ചി ഹെ. നല്ല ആരോഗ്യമാണ് നല്ല ജീവിതത്തിൻ്റെ അടിത്തറ. അപ്പോൾ ഇതാണ് വ്യായാമത്തെക്കുറിച്ച് എഴുതാനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് 16 മാർക്കിന് ചോദിക്കും. നിബന്ധ 4 എണ്ണമാണ് പഠിക്കേണ്ടത്. വ്യായാമം, പ്ലാസ്റ്റിക്, ഗണതന്ത്ര ദിവസ്, ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ അതെന്തായാലും വ്യായാമം, പ്ലാസ്റ്റിക് നന്നായിട്ട് പഠിക്കുക. ഇത് പ്രവേശിൻ്റെ 3rd പേപ്പറിനും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ചോദ്യപേപ്പർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത മാസം 9-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററും ഇതിൻ്റെ വീഡിയോസ് നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.